കരകരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണേറൊണ്ടിനി വീഴ്ത്തുള്ളേ തുള്ളിക്കൊരു കുടക്കള്ളി മയക്കര കണ്ണേ എന്ന് വിളിക്കൂലേ. നോക്കടാ നോക്കടാ അവളെ ചിരി നോക്കടാ. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റിൽ നെഞ്ചുള്ള രാത്രി കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാശ. നോക്കടാ ഈ കുട്ടികളെ മനസ്സിലായോ? സിനിമ നല്ലടാ. നാഷണൽ അവാർഡ് കൊടുക്കാൻ പോയി. കണ്ടില്ല എന്നാ ഒരു ലുക്ക്, ആ ചിരി കണ്ടില്ലേ? എന്നാ 27 വയസ്സായി അമ്മച്ചിയുള്ള പ്രായം എന്ന് പറയില്ല. മോനെ ഇതെന്താ സംഭവം അറിയോ? സംഭവം മനസ്സിലായില്ല. ഒന്നുമില്ല, എറണാകുളത്ത് വെച്ചിട്ട് ഒരു പാവപ്പെട്ട ചെങ്ങായി ഉണ്ടല്ലോ, ആര് ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരുത്തനെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ റൂം എടുത്തിട്ട്. അല്ല ഇതെന്താ കളിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ഇത് കാമുകന് വച്ചിരിക്കുക, ബെസ്റ്റ് ഉണ്ട് കൂടെ, എന്നിട്ടും അവൾക്ക് തെവയുന്നില്ല. വേറൊരുത്തനെ വിളിച്ചിട്ട് കളിച്ചില്ല. ഇതൊക്കെ നമ്മളിച്ച് കൈ കൊടുക്കൂലേ? വീഡിയോ നീ ഇട്ടാ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? എന്തൊരു കഷ്ടം നോക്കി. എന്നിട്ട് ആ പാവപ്പെട്ട ചെങ്ങായി ഇങ്ങനത്തെ കേസൊക്കെ ഇവിടെ വിളിച്ചാൽ മതി. ഫുൾ ഫ്രീ അല്ലേ, ഫുൾ ഫ്രീ സർവീസ് അല്ലേ? വീഡിയോ എന്ത് വേണേലും ഇട്ടോ. പാകിസ്ഥാനെ വിളിച്ചാൽ മതി, അതപ്പോ നല്ല നീളം കാണും. ഇതുപോലത്തെ ഒരു പാവപ്പെട്ട ഒരു ചെക്കന് എന്നിട്ട് അവള് ചിരി കണ്ടില്ലേ? അവളെ സിനിമയിൽ അവാർഡിട്ട് വാങ്ങാൻ പോണ പോലെ പിന്നല്ല അതെ തന്നെ കേട്ടോ. ഞാനതല്ല ആലോചിക്കുന്നത്. അല്ല എന്നാലും അവളെ കാമുകം പറയാണ് നിങ്ങൾ രണ്ടും തമ്മിൽ ഇങ്ങനെ ഇതാക്കിയാലേ എനിക്ക് മറ്റേ വീഡിയോ എടുത്ത് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ വീഡിയോ ഇവരെന്താ ചെയ്യാവോ? ഇവരെന്നെ എടുത്തിടോ? ഇവരെടുത്തിട്ടാ പിന്നെ ഞാനതല്ല ആലോചിക്കുന്നത്. അതോ മറ്റുള്ള തൂങ്ങി മരിക്കുകയും ചെയ്യുമോ അകത്താവുകയും ചെയ്യും. ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് അവിടെ നടക്കണേ? കാമുക ഇങ്ങനത്തെ ഒരു കാമുക. ഞാനതല്ല ആലോചിക്കട്ടെ, ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടിയിട്ട് എറിയാൻ അറിയുന്നതിന്റെ ഈ വടി കൊടുക്കൂലെന്ന് പറഞ്ഞ അവസ്ഥയുണ്ടോ? ഇനിയിപ്പോ എന്തായി? അവന് മിണ്ട അറിയാതുള്ളവർ രക്ഷപ്പെട്ട്, നമ്മളെ വല്ല മടി വന്നെങ്കിൽ എറിഞ്ഞിട്ട് പിന്നെ എറിയാൻ സ്ഥലം കാണൂല. അപ്പൊ ഈ കൊച്ചി സെഫീന എന്ന് പേരുള്ള 27 വയസ്സുള്ള കൊച്ചാ. നമുക്കൊന്ന് ആലോചിച്ചാലടാ, എന്താടാ അവൻ ഏതായാലും ജയിലിൽ പോയി. നമുക്കൊരു കാര്യം ചെയ്യടാ, ജയിലിൽ പോവില്ല. അവള് ജയിലിലാണ്, കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് ഇവിടെ ഇറക്കാം. പക്ഷെ ഇനിയിപ്പോ എന്റെ ചിന്താഗതി വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവില്ല. അത് പാവപ്പെട്ട ചെക്കന്. അതല്ല ഞാൻ പറഞ്ഞു തരോ, നല്ലൊരു കൊച്ചാടാ, നമുക്ക് വെറുതെ എങ്ങനെ തൂക്കിട്ട് വെറുതെ തൂക്കിട്ട് നടക്കണ്ട. ഇത് കാര്യത്തിൽ കൊണ്ടോട്ടെ. 27 വയസ്സുള്ളൂ, എനിക്കിപ്പോ 10-28 വയസ്സ് എനിക്കെല്ലാം ആയിട്ടുള്ളൂ. നല്ലൊരു വെടിവെച്ചാൽ കേസ് എടുക്കൂല. അതൊന്നും കുഴപ്പമില്ല, അതൊന്നുമില്ല, അത് നമുക്ക് പറഞ്ഞ് കുഴപ്പമില്ല, ഒക്കെ സെറ്റാക്കാം. നല്ലൊരു വക്കീലിനെ വെച്ചാൽ ഉണ്ട വച്ചാലും കുത്തി എടുക്കുന്നതാണ്. അവൻ അവിടെ നിന്നോട്ടെ, നമുക്ക് അവളെ ഇറക്കടാ. ഇനി അനക്കല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നല്ല ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ചെക്കന്മാരൊക്കെ നല്ല രസമുള്ള കുട്ടിയാ. വെറുതെ ഉള്ള കാലം ജയിലിൽ പോയി കിടക്കേണ്ട ആളല്ല. തൊട്ടിട്ടണ കൈ പോകും. പറഞ്ഞേക്ക് നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് വാദിച്ചിട്ട് ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു കുട്ടിയാണ്. അപ്പൊ വെറുതെ ഇപ്പൊ ഈ ചെറിയ പ്രായമാണ്. കോടതി അങ്ങനെ കോടതി അങ്ങനെ വിധിക്കുള്ളൂ. ചെറിയ പ്രായമാണ്, ഇനിയും സമയമുണ്ട്, അത് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് ഇറങ്ങി വരും. കാരണം അവളുടെ ചിരി കണ്ടാൽ മനസ്സിലായിക്കൂടെ, എന്ത് സിമ്പിൾ ആയിട്ട് ഇറങ്ങി വരും. അടിച്ച കെട്ടക്കറങ്ങുമ്പോൾ മനസ്സിലാവും. അവളുടെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോണ പോലെ തന്നെ ആ ചിരിച്ചു പോകുമ്പോ എന്തൊരു ഉമ്മാന്റെ വീട് തന്നെയല്ലേ. അപ്പൊ എന്താ ചെയ്യാല്, നല്ലൊരു കുട്ടിയാണ്. ഈ കോടതി എന്ത് ചെയ്യണേരോ, ചെറിയ പ്രായമല്ലേ, വെറുതെ വിടാം, പിന്നെ ശരിയായിക്കോളെന്ന് പറഞ്ഞിട്ട് പുറത്ത് വിടണേ കേട്ടോ. ആർക്ക് ശരിയാവുന്നു? അവൾക്ക് ശരിയാവും, അല്ലാതെ അവൾക്ക് എല്ലാം ശരിയാണല്ലോ. എന്തൊരവസ്ഥ നോക്കും. നമ്മളെ നിയമത്തിന്റെ ഒരു അവസ്ഥയുള്ളൂ. ഇത്രയേ ഉള്ളൂ. നിയമത്തിന് ആർക്കും പേടിയില്ല, വിലയില്ല. ഒരുത്തനെ അടിച്ച എമ്മാരി അടി. അല്ല ഇപ്പൊ നമ്മളാണ് കൊണ്ടുപോയെങ്കിൽ മറ്റേ രണ്ട് കയ്യില് വിലങ്ങൊക്കെ കൊണ്ട്, പിന്നെ ഇവൾക്ക് വിലങ്ങുമില്ല, ഒരു അണ്ടിയില്ല, ഇവ ജട്ടി ഇട്ടുള്ള സംശയമാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ടീമിനെ വെച്ചിട്ട് നമ്മള് പാവപ്പെട്ട ആ ചെങ്ങാനെ അടിച്ചതാക്കിയില്ലേ, തക്കതായ ശിക്ഷ കൊടുത്തിട്ട് ഒന്ന് മാതൃകയാക്കി പ്ലീസ്. തൂക്കി കൊല്ലും അപേക്ഷയാണ് കേട്ടോ.